സഖാക്കന്മാരെ എന്നെ കാണാൻ വന്നു. 1 ഡസനിലധികം വരുന്ന സഖാക്കന്മാര്. എന്തിനാ വന്നത്? BJP-യുടെ ശോഭാ സുരേന്ദ്രനെ കാണാൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകന്മാർ എന്തിനു വരണം? വന്നത് എന്തിനാണെന്ന് അറിയുമോ? അവര് 8 കൊല്ലവും 10 കൊല്ലവും ഗുരുവായൂർ അമ്പലത്തില് അടിച്ചുതെളിയും അതുപോലെ തന്നെ കഠിനമായ ജോലികൾ ചെയ്തുകൊണ്ട് അവർക്ക് ആ ജോലിയിൽ ഇരിക്കാമെന്നുള്ള മോഹത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരുന്ന 1 ഡസനിലധികം വരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെറുപ്പക്കാര് അവരെന്താ പറഞ്ഞതെന്നറിയുമോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തെ സമീപിച്ചില്ലേ? അപ്പൊ അവര് പറഞ്ഞു, പിൻവാതിൽ നിയമനം നടത്താൻ 20 ലക്ഷം രൂപയിലധികം കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പിൻവാതിൽ നിയമനം നടത്താൻ വേണ്ടിയിട്ട് അവിടെ ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നേരെ പാർട്ടിയിൽ ചർച്ച ചെയ്തുകൂടെ? എന്താ പറഞ്ഞെന്നറിയുമോ? അങ്ങനെ പാർട്ടിയിൽ അമ്പലത്തിനകത്ത് നടക്കുന്ന അഴിമതിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറായാൽ ഞങ്ങൾ പാർട്ടിയിലും ഉണ്ടാകില്ല, ഞങ്ങൾക്ക് ജീവിതവും ഉണ്ടാകില്ല എന്നാണ് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ പറഞ്ഞതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ലക്ഷക്കണക്കിന് പിൻവാതിൽ നിയമനം പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിനു ശേഷം കേരളത്തിൽ നടന്നിട്ടുണ്ട്.